ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ഉഗ്രൻ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നല്ല, ഡെത്ത് ഓഫ് എ യൂണിക്കോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാന്റസി എല്ലാം മിക്സ് ചെയ്തിട്ട് അവസാനം വരെ നല്ലതുപോലെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവി. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റോറിയെ പറ്റി അധികമായിട്ട് ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള റെഡ്ലി, അതേപോലെ തന്നെ അവളുടെ അച്ഛൻ എലിയറ്റ്, ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവരുടെ ബോസ് ആയിട്ടുള്ള ഓഡൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളുടെ വീട്ടിലേക്ക് ഒരാഴ്ച താമസിക്കാണ്ട് ഇങ്ങനെ പോവാണ്. അതുമല്ല റെഡ്ലിയുടെ മുഖത്ത് കാണിക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ മുഖക്കുരു എല്ലാം ഉണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നു. റെഡ്ലിക്കാണെങ്കിലോ അവളുടെ അമ്മയില്ല. അങ്ങനെ ഇവർ സംസാരിച്ചിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ എലിയറ്റിന് ഒരു ഫോൺ കോൾ വരുന്നു. അവനടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുമല്ല ഇവനാണെങ്കിലോ ഫോൺ താഴെ വെച്ചിട്ട്, അതുപോലെ ഇവനാണെങ്കിൽ നല്ല രീതിയിൽ അലർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ നല്ലതുപോലെ തുമ്മുന്നുണ്ട്. അങ്ങനെ തുമ്മി വണ്ടി ഓടിച്ചിട്ട് പോകുന്നതും പെട്ടെന്ന് ഈ റോഡിന് നടുവിലായിട്ട് എന്തോ ഒരു കാര്യം നിൽക്കുന്നു. ഇവരാണെങ്കിലോ നേരെ കൊണ്ടുവന്ന് വണ്ടി ഒരു ഒറ്റ ഇടിച്ചങ്ങ് തെറിപ്പിക്കുകയാണ്. ഓക്കെ, രണ്ടുപേരും നല്ലതുപോലെ തന്നെ പേടിച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോ ആയാലും പതിയെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വെള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അതൊരു കുതിരയാണ്. ഷെടാ ഇതെന്താണെന്ന് പറഞ്ഞ് അതുപോലെ ഈ ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് വൈൽഡ് ആനിമൽസ് ഉണ്ട്, അതിനെ ഉപദ്രവിക്കരുത്, ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ കേസെല്ലാം ആവും എന്നുള്ള ബോർഡെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ട്, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതുകൊണ്ട് എന്തായാലും ഇവർ അറസ്റ്റ് ചെയ്യും. കാരണം റോഡിലൊരു കാര്യം ഉണ്ടോ ഇല്ലയെന്ന് നോക്കാതെ വണ്ടി ഓടിച്ചതുകൊണ്ടാണല്ലോ ഈ ഒരു കാര്യം സംഭവിച്ചത് തന്നെ. ഓക്കെ, അതെന്തായാലും മരിച്ചു കാണത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വണ്ടിയിൽ നിന്നൊരു ടൂൾ എടുക്കുന്നു. അതേപോലെ തന്നെ റെഡ്ലി ആണെങ്കിലും പതിയെ നടന്ന് ഇവർ രണ്ടുപേരും അതിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതൊരു കുതിരയൊന്നുമല്ല, അതൊരു യൂണിക്കോൺ ആണ്. ഈ തലയിൽ കൊമ്പൊക്കെയുള്ള അതിനെന്തോ സൂപ്പർ പവറുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുതിരയെ പോലെ വിശേഷിപ്പിക്കുന്ന ഒരു ജീവിയാണത്. അപ്പോൾ ഹീറോയ്ക്കായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. കാരണം അടുത്തേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇത് മരിച്ചിട്ടില്ല. വേറെ ആരെങ്കിലും ഈ ഒരു വഴി വന്നു കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. അപ്പോഴേക്കാണ് ഈ ഒരു യൂണിക്കോൺ നമ്മുടെ റെഡ്ലിയെ നോക്കിയിട്ട് അങ്ങനെ അതിന്റെ തല ഉയർത്തുന്നതും അവളാണെങ്കിലോ അതിന്റെ കൊമ്പുണ്ടല്ലോ അത് പെട്ടെന്ന് പ്രകാശിക്കുന്നു. അപ്പോൾ റെഡ്ലി ആണെങ്കിൽ പതിയെ ആ ഒരു കൊമ്പിലേക്ക് പിടിക്കുന്നതും പെട്ടെന്ന് അവൾ മറ്റൊരു ലോകത്തേക്ക് എത്തുകയാണ്. അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറെ നേരം അതെല്ലാം കണ്ട് അവൾ ആകെ അത്ഭുതപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് അവൾ തിരിച്ചു വരികയാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു യൂണിക്കോൺ മരിക്കാത്തത് കൊണ്ട് തന്നെ അതിനെ ആ ഒരു ടൂൾ കൊണ്ട് അടിച്ചടിച്ച് കൊല്ലുകയാണ്. അവളായാലും തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനിപ്പോ വേറെ വഴിയില്ലാതെ അതിനെ അടിച്ചു കൊന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു കാറും എടുത്ത് അവിടെ നിന്ന് നേരെ ആ ഒരു ബോസിന്റെ വീട്ടിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു ബോസിന്റെ മകൻ ലിയോ ഇവരെ ഒന്ന് വെൽക്കം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ആ ബോസിന്റെ ഭാര്യയായിട്ടുള്ള ബെലിൻഡ, അതേപോലെ തന്നെ അവിടെ രണ്ട് ജോലിക്കാരുണ്ട്. ആ ഒരു മുട്ടയുടെ പേര് ഗ്രിഫ്, അതേപോലെ തന്നെ ആ ഒരു ജോലിക്കാരി, പിന്നെ നമ്മുടെ ആ ഒരു ബോസ് ഇപ്പോൾ ആകെ വയ്യാണ്ടായിട്ട് ക്യാൻസർ എല്ലാം ബാധിച്ചാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ അവന്റെ ബോസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ റെഡ്ലി എപ്പോഴും ആ ഒരു ആക്സിഡന്റിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ബോസ് ചോദിക്കും, മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ അവൾ പറയും, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞാനൊന്ന് റൂമിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് റൂമിലേക്ക് നടന്നങ്ങ് പോവാണ്. പോകുന്നതിന് മുന്നേ തന്നെ ഇവരുടെ കാറുണ്ടല്ലോ അതിനെ വന്നിങ്ങനെ ജനാല വഴി നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവള് പോകുന്നതും അവിടെയുള്ള രണ്ട് ജോലിക്കാരും വന്നിട്ട് സംശയത്തോടെ തന്നെ ആ ഒരു കാർ നോക്കുമ്പോൾ ആക്സിഡന്റ് ആയിട്ട് മുൻഭാഗമല്ല ഇളകിയിടിക്കല്ലേ. അത് കണ്ട് അവർക്കും എന്തോ ഒരു സംശയം തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് റെഡ്ലി ആണെങ്കിൽ നേരെ റൂമിലേക്ക് വന്ന് ആകെ പേടിച്ച് അവളുടെ മുഖത്താണെങ്കിൽ ആ ഒരു യൂണിക്കോണിന്റെ രക്തം പറ്റിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കഴുകി അവർ കൊണ്ടുവന്ന ആ ഒരു തുണിയെടുത്ത് മുഖം തുടയ്ക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് യൂണിക്കോണിന്റെ രക്തം പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം അവൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് അവളുടെ മുഖത്തുള്ള ആ ഒരു മുഖക്കുരു ഉണ്ടല്ലോ അതെല്ലാം ഈ ഒരു രക്തം പറ്റിയ ആ ടവല് വെച്ച് തുളച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങ് ഇല്ലാണ്ടാവുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു യൂണിക്കോണിന് പ്രത്യേകതര ശക്തികളൊക്കെ ഉണ്ടെന്ന്. അത് കാരണമായിരിക്കാം അവളുടെ മുഖക്കുരു ഇപ്പോൾ മാറിയത്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് അവളായാലും നല്ലതുപോലെ പേടിച്ച് ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് പറയണമല്ലോ. ഹീറോ ആണെങ്കിൽ ഇവിടെ താഴെ ഇരുന്നവന്റെ ബോസിനോട് കമ്പനിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് പേപ്പറുകളൊക്കെ ഒപ്പിടാനുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം എടുത്ത് ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് റെഡ്ലി പെട്ടെന്ന് താഴേക്ക് വന്നിട്ട്, അച്ഛൻ എനിക്കൊരു കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞ് ഹീറോയെ പെട്ടെന്ന് അടുത്തേക്ക് വിളിക്കും. എന്നിട്ടാണ് ഇവിടെ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് പറയുന്നതും ആ ഒരു വണ്ടിക്കകത്ത് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു യൂണിക്കോൺ ഇപ്പോഴും മരിച്ചിട്ടില്ല. അതിന്റെ ആ ഒരു കൊമ്പുണ്ടല്ലോ അത് വീണ്ടും തിളങ്ങിയിട്ട് ഇതിന്റെ കാല് കൈയൊക്കെ അനങ്ങുന്നുണ്ട്. അപ്പൊ റെഡ്ലി നമ്മുടെ ഹീറോയോട് പറയും, അച്ഛൻ എന്തായാലും നമുക്ക് വെളിയിൽ പോയി നോക്കണമെന്ന് പറയുമ്പോൾ അവൻ പറയും, ഓക്കെ സാർ പ്ലീസ്, എന്റെ മകൾക്ക് എന്തോ ഒരു അസുഖമെന്ന് തോന്നുന്നു, ഞാൻ എന്തായാലും അവളെ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ അവർക്കായാലും ഇവർ രണ്ടുപേരുടെയും ഈ ഒരു സംസാര രീതിയെല്ലാം കണ്ടിട്ട് എന്തോ സംശയം തോന്നുന്നുണ്ട്. ഇവരോട് ചോദിക്കുമ്പോഴത്തേക്കും ഇവരായാലും കറക്റ്റായിട്ട് അതിന് മറുപടി പറയുന്നില്ല. ആ ഒരു സമയത്താണ് വെളിയിൽ ഈ ഒരു കാറിനകത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ അവിടെയുള്ള ആ ഒരു ജോലിക്കാരനുണ്ടല്ലോ ഗ്രിഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൊട്ടത്തലയൻ, അയാൾ പെട്ടെന്ന് ജനാല എടുത്തേക്ക് നിന്നിട്ട്, സാർ ഇവിടെ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാവരും വന്ന ആ ഒരു ജനാല വഴി പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാറ് നല്ലതുപോലെ കിടന്ന് കുലുങ്ങാണ്. അപ്പൊ എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന്, സാർ ഇവരെന്തോ ഈ കാറിനകത്ത് ഒളിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നതും
കാറിനകത്ത് കിടന്ന് നല്ലതുപോലെ ആ ഒരു കാർ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നു. ഹീറോ ആയാലും പതിയെ പതിയെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, കാറിന് എന്ത് പറ്റി? ഇല്ല സാർ, അതൊരു ആക്സിഡന്റ് സംഭവിച്ചാണ്. നിങ്ങൾ എന്തെങ്കിലും മൃഗത്തെ ഇടിച്ചോ? അതിനെ പിടിച്ച് കാറിലിട്ടോന്നെല്ലാം ചോദിക്കുമ്പോൾ ഇവരൊന്നും മിണ്ടുന്നില്ല. അങ്ങനെയൊന്നും ഇല്ലാന്നും പറഞ്ഞ് കാറിനടുത്തേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് അതിന്റെ അനക്കമൊന്ന് നിൽക്കുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാണ്, എന്താണ് സംഭവിക്കുന്ന അറിയത്തില്ലല്ലോ. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു യൂണിക്കോൺ അതിന്റെ തല ഡോർ വഴി വെളിയിലേക്ക് ചാടാൻ വേണ്ടി അങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നതും അവിടെയുള്ള ആ ഒരു ജോലിക്കാരി ഒരു തോക്കെടുത്തുകൊണ്ട് വന്ന് അതിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അതിനെ അങ്ങ് കൊല്ലുന്നു. അങ്ങനെ എല്ലാവരും നോക്കി നിന്നിട്ട് ഇതെന്ത് ജീവിയാണെന്ന് പറഞ്ഞ് ആദ്യം തന്നെ അതിനെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും അറിയത്തില്ല പെട്ടെന്ന് ഇത് വംശനാശം സംഭവിച്ച എന്തെങ്കിലും ജീവിയാണോ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ റെല്ലി പറയും അതൊരു യൂണിക്കോൺ ആണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവരാദ്യം അത് വിശ്വസിക്കത്തില്ല. അപ്പോൾ ഈ റെല്ലി പറയും, ദേ എന്റെ മുഖത്ത് ഈ ഒരു മുഖക്കുരുണ്ടോ, അതിന്റെ രക്തം പറ്റിയപ്പോ ഇതെല്ലാം മാഞ്ഞുപോയി ഇല്ലാണ്ടായെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോയും ഒരു കാര്യം പറയുന്നത്, ഇതിന്റെ രക്തം അവന്റെ കണ്ണിലെങ്ങാണ്ട് തെറിച്ചപ്പോഴത്തേക്കും അവൻ ഈ ഒരു കാഴ്ചക്കുറവുണ്ടായിരുന്നു, അതിപ്പോ മാറി. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇതിനെന്തെങ്കിലും സൂപ്പർ പവർ ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോസ് പറയും, ഓക്കെ എന്തായാലും ഇതിനെ എന്ന് നമുക്ക് നല്ലതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു യൂണിക്കോണിനെ അവിടെ നിന്ന് മാറ്റിയിടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ റെല്ലിയോട് സംസാരിക്കാണ്ട് വരുമ്പോഴത്തേക്കും അവൾ പറയുന്നുണ്ട് ആ ഒരു യൂണിക്കോണിന്റെ തലയിലെ കൊമ്പുണ്ടല്ലോ അതിന് തൊട്ടപ്പോഴത്തേക്കും അവൾക്ക് എന്തോ ഒരു കാര്യം കാണാൻ കഴിഞ്ഞു എന്നും അത് കാരണം അതും ഇവളും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെയും അവൾക്ക് തോന്നിയെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോ ആയാലും പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ലിയോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യനുണ്ടല്ലോ അവനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ അവനുമായിട്ട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കുറച്ച് ദൂരെയായിട്ട് എന്തോ ഒന്ന് കരയുന്ന ഒരു ശബ്ദം അവർ കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതേസമയം റൂമിനകത്ത് നമ്മുടെ റിഡ്ലി അവളുടെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ അമ്മയുടെ ഫോട്ടോ ഉണ്ട്. ഇവർ ഫാമിലി ആയിട്ട് ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും എടുത്ത ഒരു ഫോട്ടോയുടെ പുറകില് ഈ ഒരു യൂണിക്കോണിന്റെ ചിത്രമുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു യൂണിക്കോൺ ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അവൾ സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ എന്താണ് യൂണിക്കോണിനെ വെച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നെയാണ് യൂണിക്കോണുകൾ ഉണ്ടായിരുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കും, പക്ഷേ അതിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതുപോലെ തന്നെ തിരിച്ച് പ്രതികരിക്കും. അതുകൊണ്ട് ഒരിക്കലും അത് നല്ലൊരു സ്വഭാവമുള്ള ജീവിയാണെന്ന് പറയാൻ കഴിയത്തില്ല. അതുപോലെ ഈ ഒരു യൂണിക്കോണിനെ പണ്ട് കാലത്ത് തന്നെ ഒരു പുരോഹിതൻ കൊന്നിട്ട് അയാളുടെ കോട്ടയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അത് കഴിഞ്ഞ് ആ ഒരു യൂണിക്കോൺ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാണ് ചെയ്തത്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ ഒരു യൂണിക്കോൺ അവിടെയുള്ള എല്ലാവരെയും ഒരു പ്രതികാരത്തിന്റെ രീതിയിൽ വളരെ കൊടൂരമായിട്ട് കൊന്നു എന്നുള്ള കാര്യം അതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ മലകളിലെ ഗുഹയ്ക്കുള്ളിലാണ് ഇത് ജീവിക്കുന്നത് എന്നുള്ള കാര്യം കൂടി കാണുന്നതും ഇപ്പൊ ഒരു മലകൾക്കടുത്തായിട്ട് ആകാശത്ത് ഒരു വെളിച്ചം കാണുന്നുണ്ട്. ഇതിന്റെ പേരെനിക്ക് പെട്ടെന്ന് വായിൽ കിട്ടുന്നില്ല, അതുകൊണ്ട് എന്താണെന്ന് പറയുന്നില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും. ആ ഒരു ഭാഗത്തായിട്ട് മറ്റു മൃഗങ്ങളുടെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ റെഡ്ലി അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്തോ ഒരു സ്വപ്നം കാണുന്നു. നല്ലപോലെ പേടിക്കുന്നുണ്ട്. അവൾ കാണുന്ന സ്വപ്നം എന്താണെന്ന് വെച്ചാല് വേറെ ഏതോ ഒരു യൂണിക്കോൺ ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഓടി വരുന്നത് പോലെയാണ് അവൾ കാണുന്നത്. അത് കാണുന്തോറും അവൾ നല്ലതുപോലെ പേടിക്കുകയാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് രണ്ടുപേര് വന്നിട്ട് നമ്മുടെ റെല്ലിനെയും അതേപോലെ തന്നെ ഹീറോയെയും ആ ഒരു റൂമിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്നു. എന്താണെന്ന് വെച്ചാല് ആ ഒരു ബോസ് ഉണ്ടല്ലോ അയാൾക്ക് രണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവര് രണ്ടുപേരും കൂടി ചേർന്ന് ഈ ഒരു യൂണിക്കോണിനെ പരിശോധിക്കണം. കാരണം ഈ ഒരു രോഗശാന്തിക്കുള്ള ശക്തി ഈ ഒരു യൂണിക്കോണിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു കാര്യം സംഭവിക്കും കൂടി ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും നല്ലതുപോലെ പരിശോധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കണ്ടുപിടിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ അതെല്ലാം ഇപ്പൊ ഒരു സ്ക്രീനിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. പ്രധാനമായിട്ടും അതിന്റെ കൊമ്പില് ബയോ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ഉണ്ടല്ലോ അത് എപ്പോഴും പാസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കാര്യം എന്താ, നിങ്ങൾ അത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഇത് ഒരു യൂണിക്കോണിന്റെ കൊമ്പിൽ നിന്നും ഇവർ ഉരച്ചെടുത്തൊരു പൊടിയാണ്, ഇത് വെച്ച് കൂടുതൽ പരീക്ഷിക്കാം എന്നും പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല ഇപ്പൊ ഒരു പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ബോസ് ഉണ്ടല്ലോ ഇയാളുടെ ആ ഒരു അസുഖം മാറ്റിയെടുക്കണം. അതിന് ഇതുകൊണ്ട് ശരിയാവോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ ഒരു കൊമ്പ് ഉരച്ചെടുത്ത് അത് കഴിഞ്ഞ് അതുകൊണ്ട് വന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് എന്തൊക്കെയോ ലിക്വിഡുകളും മറ്റു കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് അത് നല്ലതുപോലെ തിളപ്പിച്ച് അതൊരു മരുന്നാക്കി മാറ്റി ആ വയ്യാണ്ട് കിടക്കുന്ന ബോസ് ഉണ്ടല്ലോ അയാൾക്ക് ട്രിപ്പായിട്ട് അയാളുടെ ശരീരത്തിലേക്ക് ഇത് കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇവർ കൂടുതലായിട്ടും ഈ ഒരു യൂണിക്കോണിനെ നല്ലതുപോലെ പരിശോധിക്കാണ്. അപ്പോഴും ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾ ഉണ്ടല്ലോ അതിപ്പോഴും അതിന്റെ കൊമ്പിൽ നിന്നും പാസ്സാവുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ശരീരം മുറിച്ച ആ ഒരു രക്തവും ഇവർ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ നമ്മുടെ റെഡ്ലി നേരെ വെളിയിലേക്ക് വന്ന് അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള മരങ്ങളൊക്കെ നല്ലതുപോലെ ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് കരയുന്ന ശബ്ദം. ഒരുപക്ഷെ ഇതുപോലെ വേറെ ഏതെങ്കിലും യൂണിക്കോൺ ആയിരിക്കോ, അവൾക്കറിയത്തില്ല. ആ ഒരു ശബ്ദം കേട്ട് പേടിച്ചിട്ടായാലും അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അതേസമയം ഇവിടെ ഈ ഒരു ബോസിന് ഈ ഒരു മരുന്ന് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഹീറോ അവിടെ വന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, മരുന്ന് ഇപ്പോഴും അയാളുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെഡ്ലി ഈ ഒരു യൂണിക്കോണിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ലിയോ അവിടെ വന്നിട്ട് അല്ല നീ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൾ ഇതേപോലെ കാര്യം പറയും. ഓ അപ്പൊ നീ അത് ചെയ്യാണല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഒരു കാര്യം കാണുന്നത്. വേറെ ഒന്നുമല്ല, അവന്റെ അച്ഛനുണ്ടല്ലോ ആ ഒരു ബോസ് അയാളിപ്പോ എഴുന്നേറ്റ് നടക്കുന്നു. വേറെ ഒന്നുമല്ല, അയാളിപ്പോ കുറച്ചുകൂടി ചെറുപ്പമായി.
അയാളുടെ അസുഖം എല്ലാം മാറിയിട്ടുണ്ട്. അതുകൂടി കാണുന്നതും ഇവിടെയല്ലേ എല്ലാവർക്കും അത്ഭുതമായി പോയി. അതുമല്ല ആ ഒരു വീൽ ചെയറിന്റെ ആവശ്യമില്ല, അയാൾക്ക് നല്ലതുപോലെ തന്നെ നടക്കാൻ കഴിയും. അപ്പോഴേക്കാണ് ആ ഒരു ചൈനീസ് ഡോക്ടർ അയാളുടെ ശരീരം പരിശോധിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ ക്യാൻസർ ഇല്ലാണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ലിയോ ആണെങ്കിലും ക്യാൻസറോ, ഇത് ഏറ്റവും വലിയ കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് മരുന്നുകൾ ഉണ്ടാക്കി അതൊരു ബിസിനസ് ആയിട്ടും ചെയ്യാം, ഒരുപാട് പേരുടെ ജീവനും രക്ഷിക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ അയാളുടെ പാർട്ണർ കൂടി ആക്കുന്നു. അതിനുള്ള പണവും ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കാരണം ഇവർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ഇപ്പൊ നമ്മുടെ റില്ലിയെ കാണിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ റൂമിനകത്തേക്ക് കയറിപ്പോയിട്ട് എന്തൊക്കെയോ വലിയ പേപ്പറുകൾ വെളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഇവരോട് എല്ലാവരോടും ഓരോ കാര്യം സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരാരും അത് ശ്രദ്ധിക്കുന്നില്ല. ഹീറോയുടെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛാ ഇത് കേൾക്കാൻ പറയുമ്പോൾ അവൻ പറയും ഇല്ല മോളെ, എനിക്ക് ഇത്രയും വലിയൊരു ചാൻസ് എനിക്ക് കിട്ടത്തില്ല, ഞാനത് എന്തായാലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും റിഡ്ലിക്ക് ഇപ്പൊ ആരോട് എന്ത് പറയാനെന്ന് അറിയത്തില്ല. അവളായാലും ആ ഒരു ആളുടെ ഒരു അടുത്തേക്ക് വന്നിട്ട് എല്ലാവരെയും വിളിച്ചിട്ടാണ് ഈ ഒരു പേപ്പറുകളെല്ലാം എടുത്ത് കാണിക്കുമ്പോൾ അതെല്ലാം ഈ ഒരു യൂണിക്കോണിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. എന്താണ് അവൾ പറയുന്നത്, എന്തായാലും നമുക്കിത് ചെയ്യാൻ കഴിയത്തില്ല, കാരണം 100 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു യൂണിക്കോൺ ഇവിടെ ജീവിച്ചിരുന്നു. അതുമല്ല അവരെ ദൈവിക രാക്ഷസന്മാരെന്നാണ് വിളിച്ചിരുന്നത് തന്നെ. ആ ഒരു കാലഘട്ടത്തിലും ഇതിനെ വെച്ചിട്ട് മനുഷ്യരുടെ അസുഖം മാറ്റാൻ കഴിയുന്ന അന്നത്തെ കാലത്തെ മനുഷ്യരും ഒരുപാട് വിശ്വസിച്ചിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇവൾ ആ ഒരു ഇന്റർനെറ്റിൽ കണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ട് പറയുന്നത് വേറെ ഒന്നുമല്ല, അത് ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും കൊടുവരായിട്ട് കൊല്ലും എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇവരാരും അത് വിശ്വസിക്കാതെ അവൾ പറയുന്നത് പോലും അത്ര കാര്യമാക്കാതെ ഇവരെല്ലാവരും വീണ്ടും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ വെളിയില് ആ ഒരു 2 ഡോക്ടർമാരുണ്ടല്ലോ, അവർ രണ്ടുപേരും ഈ ഒരു യൂണിക്കോണിനെ അടുത്തൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവാണ് കൂടുതൽ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി. അതുമല്ല നമ്മുടെ റിഡ്ലി ആണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് ആ ഒരു കാറിനകത്ത് കയറിയിരിക്കും. കൂടാതെ ഈ ഒരു യൂണിക്കോണിനെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബോസിന്റെ കുറെ സെക്യൂരിറ്റികളുണ്ട്, അവരെല്ലാവരും ഇതിന് വെളിയിൽ നിൽപ്പുണ്ട്. അപ്പൊ ഈ ഒരു ഡോക്ടർമാര് രണ്ടുപേരും ഇതിനകത്തൂടെ നടന്നു പോകുന്നതും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അതുമല്ല ഈ ഒരു റേഡിയോ ആക്റ്റീവ് സിഗ്നൽ ഉണ്ടല്ലോ അത് നല്ലതുപോലെ ഇവർക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു ഡോക്ടറിന്റെ വയറിലെ ഒരു മുറിവ്, അയാളായാലും എന്ത് സംഭവിച്ചെന്ന് അറിയാതെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു വലിയ കൊമ്പ് അയാളുടെ വയറിനുള്ളിലൂടെ തറച്ചു കയറി അത് വലിച്ചങ്ങ് ഊരുന്നതും നമ്മുടെ ഹീറോയും ഇത് കണ്ടു. ആ ഒരു ലേഡി ഡോക്ടർ ഇത് കണ്ടിട്ട് ആലറി വിളിച്ചിങ്ങനെ നിൽക്കാണ്. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഒരു വലിയ യൂണിക്കോണിന്റെ നിഴലാണ് അവർ കാണുന്നത്. അങ്ങനെ അതായാലും പെട്ടെന്ന് അവിടെ നിന്നും അടുത്തൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടാണ്. എന്നിട്ട് നമ്മുടെ റിഡ്ലി ഇരിക്കുന്ന ആ ഒരു കാർ ഉണ്ടല്ലോ അതിനടുത്തേക്ക് ഇങ്ങനെ ഓടി വരുന്നത് റിഡ്ലി ഇത് കണ്ട് പേടിച്ച് അകത്ത് തന്നെ ഇരിക്കുമ്പോൾ ആ ഒരു കാറിലേക്ക് വന്ന ഒരു ഒറ്റയിടി അവളിപ്പോ ആ ഒരു കാറിന്റെ പുറകു വശത്തേക്ക് വന്നിട്ട് ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയും ഓടി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കാണ് റിഡ്ലി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാറിന് അടിയിലേക്ക് കയറി കിടക്കും. ഹീറോയും ഓടി അടുത്തേക്ക് വന്നിട്ട് ആ ഒരു കാറിനടിയിലേക്ക് കയറി കിടക്കുന്നതും ഇപ്പൊ അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റിമാരെല്ലാം ഈ ഒരു യൂണിക്കോണിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതാണെങ്കിലോ ഇവരെല്ലാവരും ഇടിച്ചു കളഞ്ഞ് അതിലൊരുത്തൻ ഇവരുടെ കാറിനടുത്തടി ഇങ്ങനെ വന്ന് കിടക്കും. അപ്പോഴേക്കും ഒരു യൂണിക്കോൺ പതിയെ നടന്ന് അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ തലയിലേക്ക് കാല് വെച്ചിട്ട് പതിയെ ചവിട്ടി അവന്റെ തലയങ്ങ് പൊട്ടിക്കുന്നതും ഹീറോയും എർലിയും നല്ലതുപോലെ തന്നെ പേടിച്ചു. എന്നിട്ട് രണ്ടുപേരും കാറിന്റെ മറ്റു വശങ്ങളിലേക്ക് പോയി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ റിഡ്ലി പറയുന്നത് അപ്പൊ ആ ഒരു യൂണിക്കോൺ ചുറ്റിനുമുണ്ട്. അപ്പോൾ റിഡ്ലി പറയും അച്ഛാ ഞാൻ 1 മുതൽ 3 വരെ എണ്ണും. അപ്പോഴേക്കും ഇവിടെ നിന്ന് ഓടണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും വേണ്ടാന്ന് പറയുന്നതും അവൾ അതിനു മുന്നേ തന്നെ 1 2 3 എന്ന് പറഞ്ഞ് എണ്ണിയിട്ട് ഒരു ഒറ്റ ഓട്ടം. ഈ ഒരു യൂണിക്കോൺ ഇപ്പോൾ നമ്മുടെ റിഡ്ലിയെ കണ്ടിട്ട് അവളെ കുത്താനായിട്ട് ഇങ്ങനെ വരികയാണ്. റിഡ്ലി ഇപ്പോൾ ഓടി അടുത്തുള്ള ഷെഡ് ഉണ്ട് അതിനകത്തേക്ക് കയറി ആ ഒരു ഡോർ അങ്ങടയ്ക്കുന്നതും ഇത് ഓടി വന്ന് അതിലേക്ക് 2-3 ഇടി. അങ്ങനെ 2-3 തവണ ഇടിച്ചിട്ട് ഇത് പതിയെ നമ്മുടെ റിഡ്ലി എങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ റിഡ്ലിയെ കാണുമ്പോഴത്തേക്കാണ് അത് അവളെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ സമാധാനമായിട്ട് പതിയെ അതിന്റെ കൊമ്പ് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കടത്തി വിടുന്നു. റിഡ്ലി ആയാലും അതിങ്ങനെ അത്ഭുതത്തോടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇതിങ്ങനെ നോക്കി നിൽക്കാണ്. അപ്പോഴേക്കാണ് പെട്ടെന്ന് ആ ഒരു യൂണിക്കോണിന്റെ കൊമ്പ് തിളങ്ങാൻ തുടങ്ങുന്നതും റിഡ്ലി അതിന്റെ കൊമ്പിൽ തൊടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഇവളായാലും പതിയെ അതിന്റെ കൊമ്പിൽ തൊടാനായിട്ട് വരുമ്പോൾ അവിടെ ആ ഒരു കുരുത്തം കെട്ട ജോലിക്കാരി അവര് പെട്ടെന്ന് വന്നൊരു തോക്കെടുത്ത് ഈ ഒരു യൂണിക്കോണിനെ ഷൂട്ട് ചെയ്യുന്നതും ഇത് പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. അങ്ങനെ ഇവർ 2-3 തവണ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് ഓടിക്കയറാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും റൂമിനകത്തേക്ക് വന്ന് ഇപ്പോൾ നമ്മുടെ റിഡ്ലിയെ മാത്രം അതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം തിരക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് ഇവർ ഇതുപോലെ ആ ഒരു ചെറിയ യൂണിക്കോണിനെ ഇടിച്ചിട്ടിട്ട് അത് കഴിഞ്ഞ് അവന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവൾ ആ ഒരു യൂണിക്കോണിന്റെ കൊമ്പിലേക്ക് പിടിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിരുന്നല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൾ അവരോട് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും അതും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെയാണ് അതെന്റെ അടുത്തേക്ക് വന്നിട്ട് അതിന്റെ കൊമ്പ് എനിക്ക് തൊടാനായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നത്. അപ്പൊ ഇവർക്കായാലും പെട്ടെന്ന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും അവർ ചോദിക്കുന്നുണ്ട് ഓ അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് നിന്നെ അതൊന്നും ചെയ്യാത്തത്. ഇപ്പോൾ നമ്മുടെ റിഡ്ലി പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, അത് അതിന്റെ കുഞ്ഞിനെ അന്വേഷിച്ചായിരിക്കും ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു കുഞ്ഞിനെ നമുക്ക് വെറുതെ വിടാന്ന് പറയുമ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ അതിന്റെ കൊമ്പിന് അത്രയും പവറുണ്ട്. അതുകൊണ്ട് ആ ഒരു കൊമ്പ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഒരിക്കലും അതിനെ വിട്ടുകൊടുക്കാൻ കഴിയത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, എന്തായാലും അതിന്റെ ആ ഒരു അമ്മയുണ്ടല്ലോ
അതിനെയും എന്തായാലും കൊല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെയും കൂട്ടി ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോ തോക്കൊല്ലായിട്ട് നേരെ വെളിയിലേക്ക് പോവാണ്. കാരണം ആ ഒരു യൂണിക്കോണിനെ കൂടി കൊന്നാലേ ഇവർക്ക് ഇവിടെ നിന്നും എന്തായാലും അതിനെ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ആ ഒരു രീതിയിൽ എല്ലാവരും വെളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ റെഡ്ലിക്ക് മാത്രം അതിനോട് താല്പര്യമില്ല. അവളുടെ അച്ഛനായിട്ടുള്ള നമ്മുടെ ഹീറോയോടും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നത് ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, ഇതൊരു നല്ല ചാൻസ് ആണെന്നല്ലാണ് അവൻ പറയുന്നത്. അതേസമയം ഇതിനുള്ളിൽ കാണിക്കുമ്പോൾ ലിയോ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനുണ്ടല്ലോ, അവൻ ഇപ്പൊ ആ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇതിന്റെ ആ ഒരു പൊടി ഈ കൊമ്പിൽ നിന്ന് ഒരു ഉരച്ചെടുത്തിരുന്നു, അത് ഇവന്റെ കയ്യിലിരിപ്പുണ്ട്. അതുമല്ല നമുക്ക് എന്തായാലും അതിന്റെ കൊമ്പ് നീക്കം ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു ഡോക്ടറിനോടും ഇവൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ റെഡ്ലി ആണെങ്കിലും മുകളിൽ നിന്ന് കേട്ടിട്ട് അവൾക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ കഴിയാതെ അവള് ബാഗ് എടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോകാനായിട്ട് നിൽക്കാണ്. അതേസമയം ലിയോ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ ഈ ഒരു പൊടി കൊണ്ടുവന്ന് ഇല്ല ഡ്രഗ്സ് എല്ലാം വലിച്ചു കയറ്റുന്നത് പോലെ അതങ്ങനെ വലിച്ചു കയറ്റുന്നതും പെട്ടെന്ന് അവന്റെ കണ്ണെല്ലാം പ്രത്യേക രീതിയിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല. ഇവിടെ കാടിനുള്ളിൽ പോയിട്ടുള്ള നമ്മുടെ ഹീറോയും ബാക്കി ടീമും ഇവർ ഈ ഒരു കാടിനുള്ളിലൂടെ ഇങ്ങനെ നടക്കാണ്. നമ്മുടെ റെഡ്ലി ആണെങ്കിലോ അവൾ നേരെ കാറിലേക്ക് വന്നിരുന്ന് എന്തോ ഒരു കാര്യം ആലോചിച്ചിട്ട് ആ ടെൻഷനായി അവൾ ആ ഒരു കാറിന് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആകാശത്ത് വീണ്ടും ആ ഒരു വെളിച്ചം ഇങ്ങനെ വരുന്നു. ഇതുകൂടി കാണുന്നതും അവൾക്ക് എന്തോ ഒരു കാര്യം മനസ്സിലായിട്ട് പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറി പോയിട്ട് അവൾ നേരത്തെ എടുത്ത ആ ഒരു ചിത്രങ്ങളുണ്ടല്ലോ അതെല്ലാം എടുത്ത് ഇങ്ങനെ പരിശോധിക്കാണ്. അങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കും അവൾക്ക് എന്തോ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അത് പെട്ടെന്ന് അവളുടെ അച്ഛനെ മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് മെസ്സേജ് പോകുന്നതുമില്ല. അവള് റിപ്പീറ്റ് ആയിട്ട് തന്നെ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. അതേസമയം ഇവരെല്ലാവരും ഈ ഒരു കാടിനുള്ളിൽ ഈ ഒരു യൂണിക്കോണിനെ നോക്കി നോക്കി വരുമ്പോഴത്തേക്കും അതിന്റെ തിളങ്ങുന്ന ആ ഒരു കൊമ്പുകളുമായിട്ട് അതോടടുത്ത് നിൽക്കുന്നത് ഇവർ കാണുന്നുണ്ട്. ഇവിടെ ഉള്ളിലാണെങ്കിലോ നമ്മുടെ ലിയോയും ആ ഒരു ലേഡി ഡോക്ടറും കൂടി ചേർന്നിട്ട് ഈ ഒരു യൂണിക്കോണിന്റെ കൊമ്പ് അതിങ്ങനെ മുറിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുമല്ല അവരത് പതിയെ പതിയെ മുറിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ റില്ലി ആണെങ്കിലോ ഓടിയിട്ട് ആ ഒരു ജോലിക്കാരനായിട്ടുള്ള മൊട്ടയുടെ അടുത്തേക്ക് ചെന്ന്, ഹേയ് എന്റെ അച്ഛൻ, നിങ്ങളുടെ ബോസ്, ബാക്കി എല്ലാവരും കാടിനകത്തേക്ക് പോയിട്ടുണ്ട്, എല്ലാവരും പെട്ടെന്ന് വെളിയിലേക്ക് വരാനായിട്ട് പറയണം. എന്റെ ഫോണിലാണെങ്കിൽ സിഗ്നൽ ഇല്ല, സിഗ്നൽ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹീറോയും ടീം നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഹീറോയുടെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നു. അവനെടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ റെഡ്ലി അയച്ചിട്ടുള്ള മെസ്സേജാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇനി അവിടെ നിൽക്കരുത്, ഓടാനായിട്ടാണ് ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇത് കാണുന്നതും ഫോണിലെ സിഗ്നൽ പോയിട്ട് ഇപ്പൊ ഒന്നും വർക്ക് ആവുന്നില്ല. ഇവിടെ ആ ഒരു ബോസ് ഉണ്ടല്ലോ, അയാൾ ആ ഒരു അമ്മ യൂണിക്കോൺ അതിന്റെ അടുത്തേക്ക് വന്നിട്ട് അതിനെ തൊടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കാണ്. അതേസമയം തന്നെ ഇവിടെ നമ്മുടെ ഡോക്ടർ ആ ഒരു കൊമ്പുണ്ടല്ലോ അതങ്ങ് മുറിച്ച് മാറ്റുന്നതും നമ്മുടെ റെല്ലിക്ക് എന്തോ തല വേദനിക്കുന്നത് പോലെ അവൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു ലേഡിയോട് പറയുന്നുണ്ട്, ഹേയ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എന്റെ മോള് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവര് പറയും, ഒന്ന് സമാധാനപ്പെടറോ എന്നും പറഞ്ഞ് നിൽക്കുന്നതും അവരുടെ പുറകെ ഒരു വലിയ യൂണിക്കോൺ അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ആ ഒരു സ്ത്രീയെ കടിച്ചെടുത്ത് അവിടെ നിന്നങ്ങ് കൊണ്ടുപോകുന്നതും ഇവരെങ്ങനെ ഷൂട്ട് ചെയ്തിട്ടും ഒരു കാര്യമില്ല, അവരെ കടിച്ചെടുത്തോണ്ട് പോകുന്നു. കാണിക്കുമ്പോഴത്തേക്കും ഇത് പലയിടങ്ങളിൽ നിന്ന് ഇങ്ങനെ ഓടി ഓടി വരുന്നുണ്ട്, ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാണെന്ന്. ഹീറോ ആയാലും പേടിച്ചിട്ട് ഇപ്പൊ എല്ലാവരും ആ ഒരു കാട്ടിൽ നിന്ന് വെളിയിലേക്ക് ഓടും. ഓടി ഓടി ഇവരുടെ വീടിനടുത്തേക്ക് വന്നിട്ട് അകത്തേക്ക് പോകാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ ആ ഒരു ബോസ് ഉണ്ടല്ലോ അയാളുടെ മുന്നിലേക്ക് ഒരു യൂണിക്കോൺ വരുന്നു. ബാക്കി എല്ലാവരും ആ ഒരു വാതിലിനടുത്തേക്ക് കയറി നിൽക്കാണ്. കാണിക്കുമ്പോഴത്തേക്കും ഒന്നല്ല, ഈ ഒരു ചെറിയ യൂണിക്കോണിന്റെ അച്ഛനും അമ്മയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇത് രണ്ടും അയാളുടെ രണ്ടു വശങ്ങളിലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാണ്. അപ്പോഴേക്കാണ് ആ ഒരു ബോസ്, ഹേയ് ഞാൻ നിങ്ങൾ ആരെയും ഉപദ്രവിക്കത്തില്ല, ഞാനൊരു പാവമാണ്, നല്ല മനസ്സിന് ഉടമയാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഈ ഒരു യൂണിക്കോൺ ആയാലും പതിയെ അയാളെ ഉപദ്രവിക്കാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പൊ അയാളായാലും ഓക്കെ ആ ഒരു കൊമ്പ് എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ, ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് കൈ ഇങ്ങനെ നീട്ടുമ്പോഴത്തേക്കും അതായാലും കൊമ്പ് പതിയെ താഴ്ത്തുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ആ ഒരു കൊമ്പ് ഇപ്പൊ തിളങ്ങുന്നതും ബാക്കി എല്ലാവരും സമാധാനം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഇയാൾ ആ ഒരു കൊമ്പിൽ തൊടാനായിട്ട് വരുമ്പോ അയാളുടെ തലയ്ക്കുള്ളിലൂടെ ഈ ഒരു കൊമ്പ് കയറ്റി ഇറക്കി ആ ഒരു ബോസിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അങ്ങനെ ഇതുകൂടി കണ്ടിട്ട് എല്ലാവരും പേടിച്ച് അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ റെഡ്ലി ആ ഒരു യൂണിക്കോണിനെ വെളിയിലേക്ക് കൊണ്ടുവന്നു. ഇത് കണ്ട് ഹീറോ വന്ന് അവളെ തടയുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ഇതിനെല്ലാം കാരണം ഈ ഒരു കുഞ്ഞിനെ നമ്മൾ പിടിച്ചു വെച്ചേക്കുന്നതുകൊണ്ടാണ്, അതിന്റെ കുഞ്ഞിനെ തിരിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി ആരും അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോ ബെലിൻഡ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇതിനെ വെച്ചിട്ട് മാത്രമേ നമുക്ക് വെളിയിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിലും അത് നമ്മളെ കൊല്ലും എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും വെളിയിലേക്ക് പോയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ ഒരു വീട്ടിലെ പവർ എല്ലാം അങ്ങ് കട്ടാവുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ആ ഒരു ജോലിക്കാരൻ മൊട്ടയുണ്ടല്ലോ അവൻ വന്ന് എല്ലാവർക്കും ഓരോ ടോർച്ച് കൊടുത്തിട്ട്, ഓക്കെ മെയിൻ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വെളിയിൽ പോവാം, അതിനിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ പറയും, അങ്ങനെയാണെങ്കിൽ നീ തന്നെ അത് ചെയ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജോലിക്കാരനുണ്ടല്ലോ ഇത്രയും നാളും ജോലിക്കാരനായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെയാണ് നിൽക്കുന്നത്. അവൻ പറയും, അപ്പൊ അതിന്റെ മുന്നിൽ ചാവാനായിട്ട് ഞാൻ തന്നെ പോണോ? അപ്പൊ അവര് പറയും, അതെ നീ തന്നെ പോണം, ഇതല്ലാതെ വേറെ വഴിയില്ലാന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു യൂണിക്കോണിനെ വെളിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ആ ഒരു ഡോക്ടർ ചെയ്യാന്ന് പറയും. ശരി, അങ്ങനെ എല്ലാവരും പ്ലാൻ ചെയ്ത് വണ്ടി എടുത്ത് ഇവിടെ നിന്ന് പോവാം എന്നുള്ള രീതിയിൽ ആ ഒരു മൊട്ടത്തലയും ഗേറ്റിനടുത്തേക്ക് ഓടുന്നു. നമ്മുടെ ഹീറോയിൻ ബെലിൻഡ ഇവര് മൂന്നൊരു വണ്ടിയുടെ അടുത്തേക്ക് ഓടുന്നു. നമ്മുടെ ഡോക്ടർ ആണെങ്കിലോ യൂണിക്കോണിനെയും കൊണ്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും ഇതിനിടയിൽ ലിയോ എന്ന് പറഞ്ഞ അവൻ
വീണ്ടും ആ ഒരു പൊടി വലിക്കാൻ വേണ്ടി അതിനകത്തേക്ക് പോയിരിക്കുകയാണ്. ഇവൻ എന്തിന്റെ ഭ്രാന്താണെന്ന് നമുക്കറിയത്തില്ല. അതേസമയം ഇവിടെ വെളിയിലാണെങ്കിലോ ഇവരിങ്ങനെ കൊണ്ടുപോകുന്നത് പെട്ടെന്ന് അതിന്റെ അച്ഛനും അമ്മയും നേരെ അവിടേക്ക് വന്നിട്ട് ഈ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് വരാണ്. അപ്പൊ ഡോക്ടർ ആയാലും പേടിച്ച് ആ ഒരു കുഞ്ഞിനെ അവരുടെ അടുത്തേക്ക് അത് അഴിച്ചു വിട്ട് ആ ഒരു കുഞ്ഞ് മരിച്ചല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ പറയും, ഹേയ് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിയിലേക്ക് വന്നത്, ഓക്കെയാണ്, എല്ലാം ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞ് ആ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതും പാവം അതിന്റെ അച്ഛനും അമ്മയും ആ ഒരു കുഞ്ഞിനെ കണ്ട് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ കുഞ്ഞ് മരിച്ചതുകൊണ്ട് അതിന് നല്ല ദേഷ്യമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ പതിയെ പതിയെ പുറകിലേക്ക് പോയിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കും നമ്മുടെ റിഡ്ലി ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, ദേ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനു വേണ്ടിയിട്ടാണ് അത് നമ്മുടെ കൊല്ലാനായിട്ട് വന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു ഡോക്ടർ ഇങ്ങനെ ഓടി പോവാണല്ലോ. അവരുടെ പുകയിൽ നിന്നും എന്തോ ഒരു കാര്യം താഴേക്ക് വീഴും. അവര് ജീവനും കൊണ്ട് രക്ഷയോടെയല്ല അതെടുക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചു വരുന്നതും ഇപ്പൊ ഒരു യൂണിക്കോണിന് രണ്ടിനെയും അവിടെ കാണുന്നില്ല. ഓ ഭാഗ്യം, അവര് പോയി എന്നും പറഞ്ഞിട്ട് ഡോക്ടർ ഹേ ഗായ്സ് അവര് പോയി എല്ലാവരും ഓടി വരാനായിട്ട് പറയുന്നതും ആ ഒരു യൂണിക്കോൺ ഓടി വന്ന് ഈ ഡോക്ടറിനെ കൊമ്പിന് കുത്തി അങ്ങനെ എടുക്കുന്നതും മറ്റേ യൂണിക്കോൺ ഉണ്ടല്ലോ അത് വന്ന് ഹീറോ ഡോക്ടറിന്റെ കാലിലേക്ക് പിടിച്ച് അവരെ വലിച്ച് രണ്ടായിട്ട് കീറി അങ്ങനെ കൊണ്ടുപോവാണ്. ഇത് കണ്ട് എല്ലാവരും കൂടി പേടിക്കുന്നത് നമ്മുടെ ജോലിക്കാരൻ ആ ഒരു ഗേറ്റ് പെട്ടെന്ന് തന്നെ തുറക്കാണ് പേടിച്ചിട്ട്. അങ്ങനെ എല്ലാവരും പേടിച്ചിട്ട് വീണ്ടും അകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഇപ്പോൾ നമ്മുടെ ലിയോ വന്നിട്ട് ഇവരോട് പറയുന്നത്, ഓക്കെ എനിക്കൊരു ഐഡിയ കിട്ടി എന്ന് പറയുന്നതും ഇവൻ ഇത്രയും നേരം ആ ഒരു പൊടി വലിച്ചു കയറ്റുമല്ലോ, ഓരോ തവണയും ഇവന് ബുദ്ധി കൂടുവാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് വെളിയിൽ പോകാനായിട്ട് അതിനെ ശാന്തമാക്കി പോകാനായിട്ട് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ദേ ഇവളാണ് റിഡ്ലി, കാരണം ഇവളോട് മാത്രമേ അതിനെന്തോ ഒരു കണക്ഷൻ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അവളെ നമുക്ക് യൂസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അതിന് സമ്മതിക്കത്തില്ല. പക്ഷെ ഇതല്ലാതെ വേറെ വഴിയില്ലാന്നും പറഞ്ഞിട്ട് ഇവരിരുന്നിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും ലിയോ വീണ്ടും ആ ഒരു പൊടി ഇങ്ങനെ വലിച്ചു കയറ്റിയാണ് എന്നിട്ട് താഴെ വീണ് എഴുന്നേറ്റിട്ട് ഓക്കെ മറ്റൊരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നതും പെട്ടെന്ന് ആ ഒരു യൂണിക്കോൺ രണ്ടും ഈ ഒരു വീടിനകത്ത് ഇടിച്ചു കയറാണ്ട് ശ്രമിക്കുന്നു. അപ്പൊ ഇവരായാലും പേടിച്ച് ആ ഒരു കട്ട് ചെയ്തെടുത്ത യൂണിക്കോണിന്റെ കൊമ്പുണ്ടല്ലോ അതും എടുത്ത് ലിയോയും അവന്റെ അമ്മയും കൂടി മറ്റൊരു വശത്തേക്ക് ഓടുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും റിഡ്ലിയും അടുത്തൊരു വശത്തേക്ക് ഓടുന്നു. അപ്പോഴേക്കും ഇവരെ കൊല്ലാൻ വേണ്ടി ആ ഒരു അമ്മ യൂണിക്കോൺ ഇവരുടെ പുറകെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഓടി ഓടി അവസാനം റൂമിനകത്തേക്ക് കയറി ഒളിച്ചിരുന്നിട്ട് പല വഴിക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ട് യൂണിക്കോണും ഇവരെ അന്വേഷിച്ച് ആ ഒരു വീട് മുഴുവനായിട്ടും ചുറ്റി നടക്കാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ലിയോ ആ ഒരു യൂണിക്കോണിന്റെ കൊമ്പ് എടുത്ത് വെച്ചിട്ട് അവന്റെ അമ്മയോട് പറയുന്നത്, ഇത് വെച്ച് നമുക്ക് എന്തായാലും ആ ഒരു യൂണിക്കോണിനെ ഒരു കൂടിനകത്താക്കാം, കാരണം ഇത് വെച്ച് മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി അവന്റെ അമ്മയോട് പറഞ്ഞിട്ട് ആ ഒരു കാര്യം തുറന്ന് കൊമ്പ് അതിനകത്തുണ്ടോ നോക്കുമ്പോഴത്തേക്കും കൊമ്പ് അതിനകത്തില്ല. ഇപ്പൊ ആ ഒരു കൊമ്പ് എവിടെയാണെന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ റെഡ്ലി ചോദിക്കുന്നുണ്ട്, അച്ഛനെന്തിനാ ഇത് എടുത്ത് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ സംരക്ഷിക്കാതെ എനിക്ക് വേറെ വഴിയില്ല, കാരണം നിന്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു നിന്നെ എപ്പോഴും ഞാൻ സംരക്ഷിക്കുമെന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ താഴെ ലിയോയും അവന്റെ അമ്മയും ഈ ഒരു ഗ്യാസ് സിലിണ്ടർ എല്ലാം ഓണാക്കി ഇങ്ങനെ വെച്ചേക്കാണ് ഈ ഒരു യൂണിക്കോൺ അകത്തേക്ക് വരുമ്പോഴത്തേക്കും പൊട്ടിക്കാൻ വേണ്ടി. എന്നിട്ട് അത് എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ബെലിൻഡ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ പതിയെ എഴുന്നേറ്റ് ആ ഒരു കബോർഡിനടുത്തേക്ക് ചെന്നിങ്ങനെ ചെവി വെച്ച് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കൊമ്പ് വന്ന് അവരുടെ ശരീരത്തിലേക്ക് കുത്തിയം കയറാണ്. ആ ഒരു യൂണിക്കോൺ ഇപ്പൊ അകത്തേക്ക് വന്ന് അവരെ ഇടിച്ച് താഴേക്കിട്ട് ഇപ്പൊ അവരെ പിടിച്ചിട്ട് ടേബിളിലേക്ക് ഇട്ട് അവരെ കടിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അവരായാലും വേദന കൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ ലിയോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവനൊരു അമ്പും വില്ലും എടുത്ത് നേരെ മുകളിലേക്ക് ഓടും. എന്നിട്ട് അതിൽ തീ വെച്ച് ഈ ഒരു സിലിണ്ടറിലേക്ക് വിടാൻ പോവാണ്. അവന്റെ അമ്മയാലും പറയുന്നുണ്ട് പ്ലീസ് വിടെന്ന്, കാരണം അവർക്ക് വേദന സഹിച്ചിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവസാനം ലിയോ ആ ഒരു അമ്പ് വിട്ടുകൊടുക്കുന്നു. എന്താണ് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലോ റിഡ്ലിനെ ഒരു വിധത്തിൽ പിടിച്ച് നേരെ വെളിയിലേക്ക് കൊണ്ടാക്കിയിട്ട് ആ ഒരു കൊമ്പ് അവൻ വെച്ചേക്കും. എന്നിട്ട് റിഡ്ലിയോട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറയും. അവൻ ഡോർ അടച്ച് അതിനകത്തിരിക്കുകയാണ്. ആ ഒരു യൂണിക്കോൺ ആണെങ്കിലോ അവന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ആ ഒരു ഗ്യാപ്പില് നമ്മുടെ റെഡ്ലി ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അടുത്ത ദിവസമായി. അങ്ങനെ അവിടെ പോകാനായിട്ട് വരുമ്പോൾ അതിനു മുന്നേ തന്നെ ലിയോ വന്നിട്ട് അവളെ അങ്ങ് തടയാണ്. എന്നിട്ട് അവളോട് പറയും, ഈ ഒരു യൂണിക്കോൺ നിന്റെ മുന്നിൽ വരണം, കാരണം എനിക്ക് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് അവളെ ആ ഒരു വീടിന് മുന്നിൽ നിർത്തിയിട്ട് അവനാണെങ്കിലോ അവിടെ ഇങ്ങനെ മാറിയിരിക്കും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു കൊമ്പ് കൊണ്ട് കാടിനുള്ളിലേക്ക് ഓടുമ്പോഴത്തേക്കും അതിന്റെ അമ്മ യൂണിക്കോൺ അവന്റെ പുറകെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ കാടിനുള്ളിലൂടെ നല്ല വേഗതയിൽ ഓടുന്നു. ഇവിടെ നമ്മുടെ റില്ലിയുടെ മുന്നിലേക്ക് ഇപ്പൊ ആ ഒരു വലിയ യൂണിക്കോൺ ഉണ്ടല്ലോ അച്ഛനായിട്ടുള്ള, അത് പതിയെ അവളുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് അവളെ ഒന്നും ചെയ്യുന്നില്ല. അവളുടെ അടുത്തേക്ക് വന്നിട്ട് അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്കും ലിയോ പെട്ടെന്ന് തന്നെ അതിനെ അമ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു യൂണിക്കോൺ അവിടെ മറിഞ്ഞു വീഴാണ്. സോറി, അതിനെ അമ്പ് ചെയ്തിട്ടാണോന്ന് അറിയത്തില്ല, അതങ്ങനെ മയങ്ങി വീഴുന്നുണ്ട്, അതും റില്ലിയുടെ മടിയിലേക്ക്. അപ്പോഴേക്കും നമ്മുടെ ലിയോ വന്നിട്ട് പറയും, ഓക്കെ നമുക്ക് 50-50 പാതി എടുക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ അമ്പം കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ ആയാലും ഇപ്പോൾ ഓടി വീണ്ടും ഈ ഒരു വീട്ടുമുറ്റത്തേക്ക് തന്നെ വരികയാണ്. അവന്റെ പുറകെ ആ ഒരു അമ്മ യൂണിക്കോണും ഉണ്ട്. അപ്പൊ ഈ ഒരു യൂണിക്കോൺ റിഡ്ലിയെ കാണുമ്പോഴത്തേക്കും പതിയെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ ഇങ്ങനെ കുറെ നേരം മടുത്ത് നോക്കുന്നു. കാരണം അവളുമായിട്ട് ഇവർക്ക് എന്തോ ഒരു കണക്ഷൻ. സ്റ്റാർട്ടിങ്ങിൽ അവൾ ആ ഒരു യൂണിക്കോണിന്റെ കൊമ്പിൽ പിടിച്ചതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആ ഒരു അമ്മ യൂണിക്കോണും പതിയെ അവളുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ കിടക്കാണ്.
ആ ഒരു ഗ്യാപ്പിൽ ലിയോ ആണെങ്കിലോ ആ ഒരു വലിയ യൂണിക്കോണിന്റെ കാല് രണ്ട് കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയും, ഓക്കെ പാർട്ട്ണർ, ഇപ്പൊ നല്ല കാര്യമാണ് ചെയ്തത് എന്നും പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്നും ആ ഒരു കൊമ്പ് വാങ്ങിക്കാണ്ട് വരുമ്പോ ഹീറോ ആ ഒരു കൊമ്പ് ഉപയോഗിച്ചിട്ട് ലിയോനെ ഒരു ഒറ്റ കുത്ത്. അതിന് പകരം അവൻ തിരിച്ച് ആ ഒരു അമ്പ് ഉപയോഗിച്ച് അവന്റെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. അങ്ങനെ രണ്ടുപേരും താഴെ വീഴുന്നതും ലിയോ പതിയെ എഴുന്നേറ്റിട്ട് അവനെ വീണ്ടും കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു യൂണിക്കോൺ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അതിന്റെ കാലുകൊണ്ട് ഒരു ഒറ്റ ചവിട്ടുവനെ അവൻ തെറിച്ച് താഴേക്ക് വീഴുന്നതും അവൻ അപ്പോഴേ മരിച്ചു. അങ്ങനെ നമ്മുടെ റിഡ്ലി ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, അച്ഛ പ്ലീസ് പോകരുതെന്നല്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കുന്നുണ്ട്, എന്നോട് നീ സത്യം പറയണം, നിന്നെ അതെന്താ കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവള് പറയും, അതിന്റെ കൊമ്പിൽ പിടിച്ചപ്പോ അതെന്തോ നിന്റെ ഉള്ളിലേക്ക് എന്നെ കൊണ്ടുപോകായിരുന്നു. ആ ഒരു കാര്യമാണ് എനിക്ക് അത് കാണിച്ചു തന്നത്. അതുമല്ല എനിക്ക് ഒട്ടും പേടിയില്ലായിരുന്നു, കാരണം എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഈ ഒരു കാര്യം കേൾക്കുന്നതും അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റിഡ്ലി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുമ്പോഴത്തേക്കാണ് ആ ഒരു വലിയ യൂണിക്കോൺ വന്നിട്ട് ഹീറോയെ കടിച്ചെടുത്ത് അങ്ങനെ വലിച്ചടിച്ചോണ്ട് പോവാണ്. എന്നിട്ട് നേരെ അതിന്റെ കുഞ്ഞുണ്ടല്ലോ അതിനടുത്തേക്ക് കൊണ്ടങ്ങനെ ഇടും. അതേപോലെ തന്നെ ആ ഒരു വലിയ കൊമ്പും ഇവര് മുറിച്ചെടുത്ത ആ ഒരു കൊമ്പും കൊണ്ടുവന്ന് ഈ കുഞ്ഞിന്റെ അടുത്തേക്ക് ഇടുന്നത്. റിഡ്ലി ആണെങ്കിലും ഈ ഒരു കാര്യമെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ രണ്ട് യൂണിക്കോണും നമ്മുടെ ഹീറോയുടെ നടുവിലായിട്ട് ഇരുന്നിട്ട് അതിന്റെ കൊമ്പുകൾ പരസ്പരം അങ്ങനെ കൊണ്ടുവന്നതിനെ തട്ടിക്കും. അപ്പൊ അവിടെ ഒരു പവർ ഇങ്ങനെ ക്രിയേറ്റ് ആയിട്ട് അത് പതിയെ പതിയെ എന്തോ ഒരു കാര്യം സംഭവിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് എന്താണെന്ന് വെച്ചാല് ആ ഒരു ശക്തിയില് ഈ ഒരു കുഞ്ഞു യൂണിക്കോൺ ഉണ്ടല്ലോ അതിന്റെ മുറിഞ്ഞ കൊമ്പ് വീണ്ടും പഴയതുപോലെ തന്നെ ആവുന്നു. അതേപോലെ തന്നെ അതിന് ജീവൻ വെക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഹീറോ അവന്റെ മുറിവെല്ലാം മാറിയിട്ട് അവനും പതിയെ ജീവൻ വെക്കാണ്. കൂടാതെ ഹീറോ മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട്. നമ്മുടെ റിഡ്ലി കണ്ട അതേ കാര്യം ഹീറോയും ഇപ്പൊ കാണുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു പവർ അത് നല്ലതുപോലെ തന്നെ കൂടി 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 ഈ ഒരു രണ്ട് യൂണിക്കോണ് മുകളിലേക്ക് വന്ന് അതങ്ങ് പൊട്ടിത്തെറിക്കുന്നതും ഇതെല്ലാം നേരെ താഴേക്ക് വന്ന് വീഴുന്നു. എന്നിട്ട് അത് മൂന്നും അവിടെ നിന്ന് എഴുന്നേറ്റ് അവര് മൂന്നുപേരും അവിടെ നിന്ന് ഓടി അങ്ങ് പോവാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോ അതേപോലെ തന്നെ റിഡ്ലി രണ്ടുപേർക്ക് സന്തോഷമായി. കാരണം ഇപ്പൊ നമ്മുടെ ഹീറോയും ജീവനോട് തിരിച്ചു വന്നല്ലോ. ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോലിക്കാരൻ മൊട്ട അവൻ ഇപ്പോ പോലീസിനെ കൂട്ടിയിട്ട് ഇവിടേക്ക് വരുന്നു. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ആ ഒരു പോലീസ് വണ്ടിയിൽ കയറ്റിയിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും, എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്നല്ല ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാനും നീ കണ്ട അതേ കാര്യം തന്നെ കണ്ടിരുന്നു എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും സന്തോഷിച്ച് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോലിക്കാരനും ഇവരെ പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോഴേക്കാണ് പുറകിലേക്ക് ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു 3 യൂണിക്കോൺ ഉണ്ടല്ലോ അത് മൂന്നും അങ്ങനെ നല്ല സ്പീഡിന് ഓടി വരുന്നു. അപ്പോൾ നമ്മുടെ ജോലിക്കാരൻ ഇത് കണ്ടിട്ട്, ഓ സോറി ഞാൻ ഒഴിച്ചു തരാമെന്നും പറഞ്ഞ് അവൻ വണ്ടി ഇങ്ങനെ ഒഴിച്ചു മാറ്റുന്നതും ഇത് മൂന്നും ഇവരുടെ പുറകെ തന്നെ വരുന്നുണ്ട് ആ ഒരു വണ്ടിയിൽ. അപ്പോഴേക്കാണ് ഇവര് നോക്കുമ്പോഴത്തേക്കും ആ ഒരു യൂണിക്കോൺ ഇവരെ രക്ഷിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം പോലീസുകാരെ ഇപ്പൊ ഈ ഒരു വീട്ടിലുള്ള എല്ലാവരെയും കൊന്നത് ഇവരാണെന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചോണ്ട് പോകുന്നത്. അത് കാരണം ആ ഒരു യൂണിക്കോൺ ഇവർക്കൊരു സിഗ്നൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും കണ്ണുകൊണ്ട്. അപ്പൊ തന്നെ ഹീറോയ്ക്ക് കാര്യം മനസ്സിലായി. ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ റിഡ്ലിയെ പിടിച്ച് അങ്ങനെ ഇവര് കുനിഞ്ഞ ആ ഒരു വണ്ടിക്കകത്ത് ഇരിക്കുന്നതും ഈ ഒരു യൂണിക്കോൺ രണ്ടും കൂടി ഓടി വന്ന് ഈ ഒരു വണ്ടി ഇടിച്ചങ്ങ് മറിക്കുന്നു. ഓക്കെ, എന്തായാലും അവർ രണ്ടുപേരും അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നമുക്കറിയാം. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.